ചങ്ങൈമാർ എല്ലാവർക്കും സുഖല്ലേ? ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് വൃത്തികെട്ട രണ്ട് സംഖ്യകളെയാണ്. വൃത്തികെട്ട എന്ന് പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതിൽ ആദ്യത്തെ വൃത്തികെട്ടം നമ്മളെ കേരളത്തിലാണ്, മലപ്പുറത്തുള്ളതാണ്. രണ്ടാമത്തെ വൃത്തികെട്ടനുണ്ടല്ല ഉത്തരേന്ത്യയാണ്, പക്ഷെ അവൻ ജോലി ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ്. ഈ രണ്ട് വൃത്തികെട്ട സംഖ്യകൾ കാണിച്ചതിനെ കുറിച്ച് പറയുമ്പോഴല്ലേ ശരിക്കും പറഞ്ഞാല് എന്റെ വായിന്ന് വൃത്തികെട്ട വാക്കുകളാന്ന് വരുക. ഞാൻ എന്തായാലും തൽക്കാലം അത്തരം വൃത്തികെട്ട വാക്കുകൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആദ്യം തന്നെ നമുക്കുണ്ടല്ലോ നമ്മളെ കേരളത്തിലെ മലപ്പുറത്തിരുന്ന് ഒരു ശ്രീജിത്ത് എന്ന് പേരുള്ള ചാണക സംഖ്യ കാണിച്ച വൃത്തികെട്ട എന്താണെന്ന് കണ്ടിട്ട് വന്നാലോ? അതായത് ശ്രീജിത്ത് എന്ന് പേരുള്ള ഈ വൃത്തികെട്ടവൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലവൻ പറയുകയാണ് അവന്റെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി 3 ഹിന്ദു സ്ത്രീകൾ വന്ന്, ആ സമയത്ത് കുറച്ച് മുസ്ലിങ്ങള് അവന്റെ ഹോട്ടലിൽ വന്നിട്ട് കുഴപ്പമുണ്ടാക്കി. അവര് പറയുന്നത് നോമ്പ് സമയത്ത് നീ എങ്ങനെയാ ഹോട്ടൽ തുറന്നേക്കല്, നോമ്പ് സമയത്ത് നീ എങ്ങനെയാ ഭക്ഷണം കൊടുത്തേക്കലെന്ന് പറ്റി അവന്റെ ഹോട്ടലും അവനെയും തല്ലി പൊളിച്ചെന്നാണ് ആ വൃത്തികെട്ടവൻ പറഞ്ഞുണ്ടാക്കിയത്. നിങ്ങൾ നോക്കിയട്ടെ, അത്തരം കാര്യങ്ങൾ പറ്റി നമ്മളെ കേരളത്തിൽ ഒരു കുഴപ്പമില്ലാത്ത നമ്മളെ കേരളത്തിലുണ്ടല്ല വർഗീയ കലാപം ഉണ്ടാക്കാൻ പറ്റാന്ന് ആ ശ്രീജിത്ത് എന്ന പേരുള്ള ചാണക സംഖ്യ ശ്രമിച്ചത്. ഇത്രയും വൃത്തികെട്ട രീതിയിൽ സംസാരിക്കാനും ഇത്രയും വൃത്തികെട്ട രീതിയിൽ ചിന്തിക്കാനും സംഖ്യയൊക്കെ അല്ലാണ്ട് വേറെ ആരെക്കൊണ്ടെങ്കിലും പറ്റുമോ സുഹൃത്തുക്കളെ? പക്ഷെ നമ്മളെ കേരളത്തിലെ ആളുകളുണ്ടല്ല ബോധവും വിവരമുള്ള ആൾക്കാരായതുകൊണ്ടും ഇവൻ സംഖ്യയായതുകൊണ്ടും ഇവൻ പറഞ്ഞതൊന്നും ആരും വിശ്വസിച്ചില്ല. പിന്നീട് നടന്ന അന്വേഷണത്തിലുണ്ടല്ല കൃത്യമായിട്ടും ഇവൻ പറഞ്ഞത് പച്ചക്കള്ളം, വെറും പച്ചക്കള്ളാണെന്ന് തെളിയുകയും ചെയ്തു. ആദ്യം തന്നെ നമുക്കുണ്ടല്ല അതിന്റെ ഒരു ന്യൂസ് ഒന്ന് കേട്ടിട്ട് വന്നാലോ? മലപ്പുറത്ത് മതവിദ്വേഷ പ്രചാരണം നടത്തിയ അറസ്റ്റിലായി. കുറ്റിപ്പുറം സ്വദേശിയായ ശ്രീജിത്താണ് പിടിയിലായിരിക്കുന്നത്. നോമ്പുകാലത്ത് ഹോട്ടലിൽ ഭക്ഷണം വെച്ചതിന് മുസ്ലിങ്ങൾ ആക്രമിച്ചു എന്നായിരുന്നു വിദ്വേഷ പ്രചാരണം. തിരൂർ പോലീസാണ് പ്രതിയെ പിടികൂടിയത്. ശാന്തകുമാർ വെള്ളാലത്ത് വിവരങ്ങളുമായി നമുക്ക് ചേർന്നു. ശാന്തകുമാർ, വിവരങ്ങൾ എങ്ങനെയാണ്? സേതു, ഈ അറസ്റ്റിലായ ശ്രീജിത്തിനെ ഹോട്ടൽ നടത്തിപ്പുകാരാണ്. ഈ ഹോട്ടലിൽ കഴിഞ്ഞ ദിവസം കുടുംബശ്രീയിലെ 3 പേർക്ക് ഭക്ഷണം കഴിക്കാൻ സൗകര്യം ഒരുക്കി കൊടുത്തു. ആ സൗകര്യം ഒരുക്കി കൊടുത്തതിനെ ചില മുസ്ലിം സുഹൃത്തുക്കൾ വന്ന് ആക്രമിച്ചു. അതുപോലെ തന്നെ കടയ്ക്കകത്ത് നാശനഷ്ടം സംഭവിച്ചു. ഏകദേശം 20,000 രൂപയുടെ നാശനഷ്ടം ഉണ്ടാക്കി. അവിടെ ഭക്ഷണം വിൽപ്പന നടത്തുന്നതിനും ചോദ്യം ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇയാൾ തന്നെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ പ്രചരണം നടത്തിയത്. അതാണ് പോലീസിന് ശ്രദ്ധയിൽപ്പെട്ടത്. അതീവ രീതിയിലുള്ള ഒരു മതവിദ്വേഷ പ്രചരണം തന്നെയായിരുന്നു എന്നാണ് പോലീസ് വിലയിരുത്തിയത്. തുടർന്നാണ് ഇയാളെ തിരൂരിൽ നിന്നും പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി തുടർ നടപടിയിലേക്ക് പോകാനാണ് പോലീസും തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചേക്കട്ടെ, ഈ വൃത്തികെട്ട സംഖ്യ ഉണ്ടല്ല ഈ നാറിത്തരം കാണിച്ചത് ഏത് ജില്ലയിൽ വെച്ചാണ്? മലപ്പുറം ജില്ലയിൽ. കേരളത്തിൽ ഏറ്റവും മതസൗഹാർദ്ദവും ഏറ്റവും സാഹോദര്യം നിലനിൽക്കുന്ന മലപ്പുറം ജില്ലയിലാണ് ഈ നാറി ഈ വൃത്തികേട് കാണിച്ചത്. അങ്ങനെ ഇവൻ കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം അവിടെ ഒരു കലാപം ഉണ്ടാക്കുക തന്നെയാണ്. അതും ഏത് സമയത്താണ്? ഈ ഇലക്ഷനല്ലേ, ഈ ഇലക്ഷൻ അടുപ്പിച്ച സമയത്താണ് ഈ നാറി ഇത്തരം കാര്യങ്ങൾ ചെയ്തത്. ഞാൻ പറയുന്നു ഇവൻ ഒറ്റക്കല്ല, ഈ സംഖ്യ ഉണ്ടല്ലോ ഒറ്റക്കാരിക്കല്ല ഈ വൃത്തികെട്ട കാര്യം ചെയ്തിട്ടുള്ളത്. ഇവന്റെ മാത്രം തലയിൽ, ഇവന്റെ മാത്രം ചാണകത്തലയിൽ ഉദിച്ചതായിരിക്കില്ല ഈ വൃത്തികെട്ട ബുദ്ധി. ഇവന്റെ കൂടെ കുറെ സംഖ്യ നേതാക്കന്മാർ എന്തായാലും ഉണ്ടാവും. കാരണം ഇലക്ഷൻ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി ഇവിടെ വോട്ട് പിടിക്കുക എന്നുള്ളത് സംഖ്യയുടെ മാത്രം ലക്ഷ്യമാണ്. നിങ്ങളിത് നോക്കിയാട്ടെ, ഇത് നമ്മളെ കേരളത്തിലായതുകൊണ്ട് മാത്രമല്ലേ നമ്മളൊക്കെ രക്ഷപ്പെട്ടത്? ഒരു കലാപമില്ലാതെ നമ്മളൊക്കെ രക്ഷപ്പെട്ടത്. ഇത് നേരെ മറിച്ച് ഉത്തരേന്ത്യയിൽ എങ്ങനെയാണ് ഇത്തരം സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇത്തരം ഒരു പച്ചക്കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? അവിടെ എല്ലെങ്കിലേ ഒരു കാര്യമില്ലാണ്ട് സംഖ്യകൾ ഭയങ്കര പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇത്തരം നാറിയ സംഖ്യകൾ ഈ വൃത്തിയുടെ ഒപ്പം തുടങ്ങിയെന്ന് അമ്പലത്തിന്റെ അകത്തേക്കുണ്ടല്ല കോഴിയുടെ തല വലിച്ചെറിഞ്ഞ് പിടിക്കപ്പെട്ടതാര്? സംഘപരിവാർ പ്രവർത്തകൻ. സ്കൂളിലെ ടാങ്കിലിടല്ല വിഷം കലർത്തിയിട്ട് അത് മുസ്ലിങ്ങളുടെ പേരിൽ ഇടാൻ നോക്കി പിടിക്കപ്പെട്ടവൻ ആര്? സംഘപരിവാർ പ്രവർത്തകൻ. ഇപ്പൊ ലാസ്റ്റ് തന്നെ നമ്മളെ കേരളത്തിൽ ഒരു കാവിൽ പോയിട്ട് അക്രമം നടത്തിയിട്ട് പിടിക്കപ്പെട്ടതാര്? BJP നേതാവ്. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ എവിടെയുണ്ടല്ല ഇത്തരം വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നത് സംഘപരിവാർക്കാർ തന്നെയാണ്. പക്ഷെ എന്താ ചെയ്യാ, ആദ്യത്തെ ഒരാഴ്ച ഉണ്ടല്ല ഇതിനെല്ലാം പ്രതികളുടെ പേരിട്ടല്ല മുസ്ലിം നാമധാരികളായിരിക്കും. ഒരാഴ്ച കഴിയുമ്പോഴായിരിക്കും സത്യത്തിലുള്ള സംഘപരിവാർ പ്രവർത്തകർ പിടിയില്ലാത്തത്. അപ്പോഴേക്കുണ്ടല്ല സംഖ്യക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് അവർ ഉദ്ദേശിച്ചത് ആ കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത്തരം കാര്യങ്ങൾ നമ്മളെ കേരളത്തിലെ ആൾക്കാരുടെ തലയിൽ ചാണകം ഇല്ലാത്തതുകൊണ്ട് കേരളത്തിൽ മാത്രം നടക്കുന്നില്ല. ഇനി ഇതിവിടെ നിൽക്കട്ടെ, ഇനി ഒരു ഉത്തരേന്ത്യയിലെ സംഖ്യയിടില്ല സൗദി അറേബ്യ പോയിട്ട് കാണിച്ച ഒരു വൃത്തികെട്ട കാര്യമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. സൗദിയിൽ ഇരുന്നുകൊണ്ട് ഈ ചാണക സംഖ്യ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല ചെയ്തത്, ഇറാനിലുള്ള മാത്രമല്ല മൊത്തം മുസ്ലിം ഉണ്ടല്ല തീവ്രവാദികളാണെന്നും അവരൊക്കെ ഇല്ലാതാവേണ്ടവരാണെന്നും ഈ ചാണക സംഖ്യ ഉണ്ടല്ല ഒരു വീഡിയോയിലങ്ങ് പറഞ്ഞ് ആ വീഡിയോ അങ്ങ് ലീക്കാവുകയും ചെയ്തു. പക്ഷെ ഈ സംഖ്യ എങ്ങനെ പെട്ടുപോയെന്നറിയാം. ഈ സംഖ്യ വിചാരിച്ച് ഇയാൾ സംസാരിക്കുന്നത് അപ്പുറത്തുള്ളത് ഇസ്രായേലിലെ ജൂതനാണെന്ന്. അത് വിചാരിച്ചിട്ട് ഇയാളെ മനസ്സിലുള്ള ആ വൃത്തികേണ്ടല്ല ഇയാൾ ആ ജൂതനാണെന്ന് വെച്ചിട്ട് അവിടെ തുറന്നു പറഞ്ഞു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സംഖ്യക്ക് മനസ്സിലായത് അപ്പുറത്തിരിക്കുന്നത് ഇസ്രായേലിലെ ജൂതനല്ല, ഇവന്റെ മനസ്സിലുള്ള വർഗീയത മനസ്സിലാക്കാൻ വേണ്ടി വേറൊരാൾ വിളിച്ചതാണെന്ന്. അപ്പൊ തന്നെ ഈ സംഖ്യയില്ല വീഡിയോ കട്ടാക്കി ഒരൊറ്റ മുങ്ങലങ്ങ് മുങ്ങി. നമുക്കെന്തായാലും ആദ്യം തന്നെ ഈ സംഖ്യ പറഞ്ഞ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അതിലെ കുറെ കാര്യങ്ങൾ ഞാൻ കട്ടാക്കിയിട്ടുണ്ട്, കാരണം അത്രയും വൃത്തികെട്ട കാര്യങ്ങളാണ് ആ സംഖ്യ വീഡിയോയിൽ പറയുന്നത്. എന്തായാലും നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം.
What's up? How are you, bro? I'm good. What about you? I'm with you. From Israel? Yeah, I'm from Israel. How is going Israel? I don't know. Things are not good. Iran is bombing us. I'm also from India, but right now I am Saudi Arabia. Things are not good. Who do you support? Do you support Israel or Iran? India always support Israel. Yeah, India and Israel are good friends. Yeah. In fact, it's also supporting US and Israel. Is that so? Really? Yeah, because Iran is terrorist country. We cannot support Iran. But people all over the world, they say that Israel bombs Iran, Israel bombs women, Israel is killing innocent people, taking innocent lives, and they hate us. If I got one chance to come Israel, I will come. We will fight together. Eliminate all of them Yeah, from the sure. world. I am Hindu. You know Hindu? Yeah, I know Hindu. But in India there are too much Muslims, too much Christians, too Yeah, throw much them out. Hindus. Throw them out. Throw all the Muslims out. Why are you not throwing them out? Brother, really, I love you, brother. Yeah, I love you. I can't say anything because right now I am in Saudi Arabia. Okay, if I will present in India, I will say the same language what you are saying. तो लानत पे गैरत आदमी अपने मुल्क में कुछ कर लेता ना, फिर जाके वही मुस्लिम मेजॉरिटी मुल्क के अंदर जाके तो बैठा हुआ है, भाग गया बैठा ये बंदा जाके सऊदीया के अंदर है, लेकिन इसको मुसलमान खत्म करने हैं. കണ്ടല്ല പെട്ട് എന്ന് പറഞ്ഞ സംഖ്യ ഉണ്ടല്ല അപ്പൊ തന്നെ വീഡിയോ കട്ടാക്കിട്ട് ഒരൊറ്റ ഓട്ടം ഓടി. ആ സംഖ്യ പറഞ്ഞിട്ടില്ലേ പറ്റുമെങ്കിൽ ഞാൻ ഇസ്രായേലിൽ വന്നിട്ട് ഇറാനിലെ മുസ്ലിംകൾക്കെതിരെ നിന്റെ കൂടെ നിന്ന് പോരാടുമെന്നാണ് ആ ചാണക സംഖ്യ അവിടെ പറഞ്ഞത്. അതും എവിടെ ഇരുന്നിട്ടാണ് ഈ സംഖ്യ പറഞ്ഞത്? മുസ്ലിം രാജ്യമായ സൗദി അറേബ്യ ഇരുന്നിട്ട് അവിടുത്തെ ചോറ് കഴിച്ചിട്ട് അവർക്കെതിരെ മുസ്ലിംകൾക്കെതിരെയാണ് ഇവ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സംഖ്യകളെ കൊണ്ടല്ലാതെ ഈ ലോകത്ത് വേറെ ആർക്കെങ്കിലും ഇത്രയും വൃത്തികെട്ട രീതിയിൽ ചിന്തിക്കാനോ പറയാനോ പറ്റുമോ? ഇല്ല, സംഖ്യക്ക് മാത്രമേ അതാകൂ. എന്നിട്ട് ഇപ്പൊ തിരിക്കുന്ന ചങ്ങായി ഈ സംഖ്യയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങളൊക്കെ അവിടുന്ന് പുറത്താക്കിക്കൂടെയെന്ന്. അത് കേൾക്കുമ്പോ ആ സംഖ്യന്റെ സന്തോഷം കണ്ടില്ല. എന്താ അവനത് കേൾക്കുമ്പോ ഒരു സന്തോഷം. എന്നിട്ട് അവൻ പറഞ്ഞിട്ടില്ലേ അതിനുള്ള ശ്രമത്തിലാണെന്ന്. ഇന്ത്യയിൽ നിന്ന് മുസ്ലിങ്ങളെ നീക്കാനുള്ള ശ്രമത്തിലാണ് പോലും അവനും അവന്റെ ടീമും. അതുമാത്രമല്ല ഇസ്രായേൽ ഉണ്ടല്ല ഇറാനിലെയും പലസ്തീനിലെയും കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുന്നത് ഇവന് ഭയങ്കര സന്തോഷമുള്ള കാര്യമാവൂലു. അതും വേറൊന്നുമല്ല, അന്നം തരുന്ന മുസ്ലിം രാജ്യത്ത് ഇരുന്നിട്ട് മുസ്ലിങ്ങൾക്കെതിരെ സംസാരിക്കാൻ വേണ്ടിട്ട് ഇതുപോലുള്ള സംഖ്യക്ക് മാത്രമേ പറ്റൂ. ഇനി ഈ വൃത്തികെട്ടൻ ഉത്തരേന്ത്യക്കാരനാണെന്ന് വിചാരിച്ച് നമുക്ക് സമാധാനിക്കാം. പക്ഷെ നേരത്തെ പറഞ്ഞ മലപ്പുറത്ത് വർഗീയ കലാപം ഉണ്ടാക്കാൻ നോക്കിയ ആ വൃത്തികെട്ടവനെ നമ്മൾ നമ്മളെ മനസ്സിനോട് എന്ത് പറഞ്ഞ് നമ്മൾ സമാധാനിക്കും? എനിക്ക് പറയാനുള്ളത് വിശകല മാഡത്തിനോടും കേസില്ലാ വക്കീൽ കൃഷ്ണരാജില്ലേ നിങ്ങളോടൊക്കെയാണ്. നിങ്ങൾ പറയുന്ന വൃത്തികേട് കേട്ട്, നിങ്ങൾ പറഞ്ഞ വർഗീയതൊക്കെ കേട്ടിട്ടാണ് ഇതുപോലുള്ള സംഖ്യയുള്ള ഇത്തരം വൃത്തികെട്ട കാര്യങ്ങൾ നമ്മളെ കേരളത്തിൽ ഉണ്ടാക്കാൻ നോക്കുന്നത്. വിശകലക്ക് കേസില്ലാ വക്കീൽ കൃഷ്ണരാജിനോടല്ല എപ്പം മലപ്പുറത്താ നോട്ടം. അവിടെ എന്തെങ്കിലും ഒരു മുസ്ലിങ്ങളുടെ പേരിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് പൊലിപ്പിച്ചങ്ങ് പറയാൻ വേണ്ടിയിട്ട്. അതായത് അവർ ജീവിക്കുന്നുണ്ടല്ല മലപ്പുറത്തെ ആയാലും ശരി, കേരളത്തിലെ ആയാലും ശരി, ഇന്ത്യയിലായാലും ശരി, മുസ്ലിങ്ങളെ കുറ്റം പറയേണ്ടി മാത്രമാണ്. അതുകൊണ്ട് വിശകലനോടും കേസില്ലാ വക്കീൽ കൃഷ്ണരാജിനോടും എനിക്കൊന്നേ പറയുള്ളൂ, ഉളുപ്പും നാണും മാണെന്ന് പറഞ്ഞ സാധനം കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കില്ല ഈ സംഖ്യക്കെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? പറ്റൂല. നിങ്ങളെ കൊണ്ട് സംസാരിക്കാൻ പറ്റൂല. കാരണം നിങ്ങളെ മനസ്സിലുള്ള നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണല്ലോ ഈ സംഖ്യ ചെയ്യുന്നത്. അപ്പൊ ഇവനെതിരെ നിങ്ങൾ എങ്ങനെ സംസാരിക്കും? എന്തായാലും ഈ സംഖ്യ നടപ്പിലാക്കാൻ നോക്കിയത് കേരളമായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്, നമുക്ക് ബുദ്ധിയും വിവരവും ഇപ്പോഴും ബാക്കിയുള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അതായത് നമ്മുടെ തലയിൽ ഇതുവരെ ചാണകാകാത്തോണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. എന്റെ അഭിപ്രായത്തിലുണ്ടല്ല ഇതുപോലുള്ള ചാണകങ്ങളുണ്ടല്ല ഒരിക്കലും പുറം ലോകം കാണാൻ പറ്റില്ല. പക്ഷെ എന്താ ചെയ്യുക, ഇവനെയൊക്കെ പുറത്തിറക്കാൻ വേണ്ടി സംഖ്യകള് ഇപ്പോഴേ വക്കീൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അതായത് സംഖ്യക്ക് ഇതുപോലുള്ള വേട്ടവളിയന്മാർ എപ്പോഴും പ്രിയപ്പെട്ടവരായിരിക്കുമല്ലോ. എന്തായാലും എനിക്ക് നന്ദി പറയാനുള്ളത് ഈ വേട്ടവളിയ സംഖ്യ നമ്മളെ കേരളത്തിൽ ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞ ഈ പച്ചക്കള്ളം വിശ്വസിക്കാത്ത അവിടുത്തെ എല്ലാ നല്ലവരായ ഹിന്ദുക്കളോടും മുസ്ലിങ്ങളോടും തന്നെയാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. അതുകൊണ്ട് കേരളം ഇതുപോലത്തെ എല്ലാ സംഖ്യകളെയും അതിജീവിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.